Okay, the next question. The joint probability mass function of x comma y is given by p of x comma y is equal to k into 2x plus 3y, where x is equal to 0, 1, 2 and y is equal to 1, 2, 3. Find the correlation coefficient between x and y. So, പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ എന്നാലേ നമുക്ക് ഡിസ്ക്രീറ്റ് കേസ് ആയിരിക്കും, കണ്ടിന്യൂസ് അല്ല. ഓക്കെ, അപ്പം ടാബ്ലർ കോളം ഇടണം ഫോർ ഈച്ച് കേസ്. ഫോർ എക്സ് ഇസ് ഇക്വൽ ടു 0, വൈ ഇസ് ഇക്വൽ ടു 1. അപ്പം ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ ഫോർ എക്സ് ആൻഡ് വൈ രണ്ട് 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾസ് ആണ്. പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ അപ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ടാബ്ലർ കോളം ഫോർ എക്സ് കേസും വൈ കേസ് അങ്ങനെ ഒരു ടാബ്ലർ കോളം ഇടണം. ആൻഡ് അഗൈൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പം കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് കോവേരിയൻസ് കണ്ടുപിടിക്കണം. കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ കോവേരിയൻസ് correlation formula r of x comma y r of x comma y is equal to covariance of x comma y by sigma x into sigma y. ഇപ്പോൾ covariance of x comma y ഫസ്റ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇതാണ് ഫോർമുല. അപ്പം ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. മാർജിനൽ മീൻസ് യു ഹാവ് ടു സെപ്പറേറ്റ് എക്സ് ആൻഡ് വൈ. ഇപ്പോൾ ജോയിൻ്റ് ആയിരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്യണം, എക്സും വൈ സെപ്പറേറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേജ് സെപ്പറേഷൻ ചെയ്യണം. ഹിയർ കെ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. അടുത്ത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ദെൻ യു ഹാവ് ടു ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ, expectation of xy. Then you have to find covariance and then we have to find correlation. So it is a lengthy problem. So first probability mass function contribution, that is joint probability mass function. X varies from 0, 1 to y varies from 1 to 1, 2 and 3. So x equal to 0, y equal to 1, x equal to 1, x equal to 2 വാല്യൂ കേസസ് എല്ലാം എടുത്ത് ഫസ്റ്റ് ഒരു ടാബ്ലർ കോളം വരെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എഴുതി. അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. കെ കണ്ടുപിടിക്കാൻ എപ്പോഴും പറഞ്ഞതുപോലെ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ബിക്കോസ് ഇറ്റ് ഇസ് 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ. ഡബിൾ സമ്മേഷൻ പി ഓഫ് എക്സ് കമ വൈ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. എല്ലാ വാല്യൂസ് ആഡ് ചെയ്യണം. Add either that is equal to 1, so you can find the value of k. Okay, again k substitute ചെയ്ത് പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ ക്ലിയർ ആയിട്ട് എഴുതി. അഗെയിൻ അടുത്ത സ്റ്റെപ്പ് കമ്മിങ് ടു മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിന് എക്സ് സെപ്പറേറ്റ് ചെയ്യണം, വൈ സെപ്പറേറ്റ് ചെയ്യണം. ഫോർ എക്സ് വാല്യൂസ് എക്സ് ഈക്വൽ ടു 0, 1 and 2 ഡയറക്റ്റായിട്ട് ഇത് ഇത്രയും വാല്യൂസിനെ ആഡ് ചെയ്യണം. എക്സ് ഈക്വൽ ടു 0 കേസിൽ പറഞ്ഞ എല്ലാ വാല്യൂസിനെ ആഡ് ചെയ്യുമ്പം 18/72 കിട്ടുന്നു. എക്സ് ഈക്വൽ ടു 1 കേസിന് എല്ലാത്തിനും ആഡ് ചെയ്യുമ്പം 24/72. എക്സ് ഈക്വൽ ടു 2 കേസിന് എല്ലാത്തിനും ആഡ് ചെയ്തു 30/72. ഇത് സിമിലർലി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുമ്പോൾ വൈയുടെ കീഴിലുള്ള എല്ലാത്തിനും ആഡ് ചെയ്യണം. വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 3. ഇത്രയും വാല്യൂസ് കിട്ടി. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ട് സമ്മേഷൻ x into p of x. So x into p of x 0 into 18/72, 1 into 24/72, 2 into 30/72 എല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം, ആഡ് ചെയ്യണം, ആൻസർ കിട്ടും. അഗെയിൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് ടു ഫൈൻഡ് സിഗ്മ എക്സ് സിഗ്മ വൈ. So sigma x sigma y കണ്ടുപിടിക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വിൽ ബി സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് പറഞ്ഞു അതിവിടെ റീപ്ലേസ് ചെയ്യണം. എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് ഇസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പം 0 സ്ക്വയർ ഇൻറ്റു ദിസ് വാല്യൂ പ്രോബബിലിറ്റി വാല്യൂ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 24/72, 2 സ്ക്വയർ ഇൻറ്റു 30/72 എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അടുത്ത എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കണം. y values varies from 1 to 1, 3. So 1 into
15/72 plus 2 into 24/72, 3 into 33/72 multiply ചെയ്ത് ആഡ് ചെയ്യാം. Again expectation of y square വേണം. Y square is 1 square into this value, 2 square into 24/72, 3 square into 33/72. Okay, എല്ലാം expectation of x, expectation of x square, expectation of y, e of y square ഇത് ഇത്രയും കണ്ടുപിടിച്ചു. Again expectation of xy. So e of xy is nothing but summation xy into xy. So just replacing it by xy into e of x comma y, that is joint function നോക്കണം, joint function പോകണം. So x is equal to ഓരോ കേസിന് നോക്കണം. when x is equal to 0 into, so when x is equal to 0, when x equal to 0, y is equal to 1 probability value. So when x equal to first possibility x equal to 0, y is equal to 1 അതിൻ്റെ probability value, plus x equal to 1, y is equal to 1 അതിൻ്റെ probability value, plus x is equal to 2, y is equal to 1 probability of this. Again x is equal to 0, y is equal to 2 into the probability value, plus x equal to 1, y is equal to 2 into the probability value, plus x equal to 2, y is equal to 2 into probability value, and similarly x equal to 0, y is equal to 3, x equal to 1, y is equal to 3, x equal to 2, y is equal to 3. All the 9 values should be covered. So അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. Okay, so we have got expectation of xy. Again sigma x sigma y വേണം. Sigma x is standard deviation, so we know the formula. Sigma x square equal to expectation of x square minus expectation of x the whole square. So this is equal to expectation of x square value ഉണ്ട്, കണ്ടുപിടിച്ചു. expectation of x കണ്ടുപിടിച്ചു, അതിനെ സ്ക്വയർ ചെയ്യുക, just find the value of it. അടുത്ത expectation of y square എന്ന് പറയുന്നത് expectation of y square minus expectation of y the whole square. So expectation of y squareൻ്റെ വാല്യൂ ഉണ്ട് മൈനസ് expectation of yയുടെ വാല്യൂ ഉണ്ട്, സ്ക്വയർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. Again we have got all the values. So എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്. First we are finding the covariance of x comma y. So we have the formula covariance of x comma y is equal to expectation of xy minus expectation of x into expectation of y. So xyയുടെ വാല്യൂ കണ്ടുപിടിച്ചു, എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആൻസർ കിട്ടും. Again correlation is denoted by either small or in some books it is rho of x comma y or COR. Correlation of x comma y is equal to covariance of x comma y by sigma x sigma y. Covariance നേരത്തെ കണ്ടുപിടിച്ചു, covariance കണ്ടുപിടിച്ചു by sigma x into sigma y. sigma x sigma y വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും.